സംഭലിലേക്ക് മുസ്ലിം ലീഗ് എംപിമാർക്ക് വിലക്ക്. ഉത്തർപ്രദേശിലെ സംഭലിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് സംഭലിലേക്ക് തിരിച്ച മുസ്ലിം ലീഗ് എംപിമാരെ തടഞ്ഞ് UP പോലീസ്. ഗാസിയാബാദ് എത്തിയപ്പോഴാണ് എംപിമാരെ തടഞ്ഞത്. 5 എംപിമാരടങ്ങിയ 2 വാഹനങ്ങളാണ് പോലീസ് തടഞ്ഞത്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. സംഭൽ സന്ദർശിക്കാൻ അനുമതി നൽകിയില്ല എന്നും മടങ്ങിപ്പോകണമെന്നും പോലീസ് ലീഗ് എംപിമാരോട് പറയുകയായിരുന്നു. തുടർന്ന് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ET മുഹമ്മദ് ബഷീർ, അബ്ദുൽ സമദ് സമദാനി, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, PV അബ്ദുൽ വഹാബ്, നവാസ് ഖനി തുടങ്ങിയ ലീഗ് എംപിമാർ സ്ഥലത്ത് നിന്ന് മടങ്ങുകയായിരുന്നു. സന്ദർശനത്തിന് പോലീസ് അനുമതി നൽകിയില്ലെന്ന് ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. അവിടെ സംഘർഷം ഉണ്ടാകാനല്ല പോകുന്നതെന്നും സംഭലിലേക്ക് പോകാനുള്ള ശ്രമം തുടരുമെന്നും ET മുഹമ്മദ് ബഷീർ MP പ്രതികരിച്ചു. നിയന്ത്രണം കുറഞ്ഞ ശേഷം വീണ്ടും വരുമെന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ച ശേഷം മുസ്ലിം ലീഗ് എംപിമാർ സ്ഥലത്ത് നിന്ന് മടങ്ങുകയായിരുന്നു. കോടതി ഉത്തരവിനെ തുടർന്ന് ഷാഹി ജുമാ മസ്ജിദിൽ സർവേ നടത്താനെത്തിയ അഭിഭാഷക കമ്മീഷനും പോലീസിനും നേരെ ഒരു കൂട്ടം ആളുകൾ കല്ലെറിഞ്ഞതിനെ തുടർന്നാണ് സംഘർഷമുണ്ടാകുന്നത്. പ്രതിഷേധക്കാർ ചില വാഹനങ്ങൾക്കും തീയിട്ടിരുന്നു. തുടർന്ന് പോലീസ് ലാത്തിചാർജ് നടത്തുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തു. പോലീസ് വെടിവയ്പിൽ 4 പേർ മരിച്ചതായാണ് നിലവിലെ റിപ്പോർട്ട്. അതേസമയം തന്നെ സംഘർഷത്തിനിടെ അഭിഭാഷക കമ്മീഷൻ സർവേ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. മുഗൾ ഭരണകാലത്ത് ക്ഷേത്രം തകർത്താണ് ഷാഹി ജുമാ മസ്ജിദ് സ്ഥാപിച്ചത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു അഭിഭാഷകൻ നൽകിയ ഹർജിയിലാണ് സംഭൽ ജില്ലാ കോടതി സർവേക്ക് ഉത്തരവിട്ടത്. ഉത്തർപ്രദേശ് സംഭലിലെ സംഘർഷത്തിൽ 4 പേരാണ് മരിച്ചിരുന്നത്. തുടർന്ന് ആക്രമണത്തിന് പ്രേരിപ്പിച്ചു എന്ന കുറ്റം ചുമത്തിക്കൊണ്ട് സംഭൽ MP സിയാ ഉർ റഹ്മാനെതിരെ പോലീസ് കേസെടുത്തു. വിഷയത്തിൽ സർക്കാർ പക്ഷപാതിത്വത്തോടെ ഇടപെടുന്നത് ദൗർഭാഗ്യകരമാണെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. സുപ്രീം കോടതി ഇടപെടണമെന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമായി ഉയർത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസത്തെ സംഘർഷത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് കൈഫിന്റെ മരണം പിന്നീട് സ്ഥിരീകരിക്കുകയായിരുന്നു. വെടിയേറ്റ 3 പേരുടെ മരണം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. മരിച്ചവരുടെ ശരീരത്തിൽ വെടിയേറ്റത്തിന്റെ പാടുകളുണ്ടെന്ന് ബന്ധുക്കൾ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ മരണം കാരണം പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷമേ വ്യക്തമാകൂ എന്നതായിരുന്നു അന്നത്തെ പോലീസിന്റെ നിലപാട്. സംഘർഷം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന സംഭൽ MPയും സമാജ്വാദി പാർട്ടി നേതാവുമായ സിയാ ഉർ റഹ്മാനെ ആളുകളെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചെന്ന് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പ്രാദേശിക MLAയുടെ മകനെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. 20 പേരെയാണ് ഇതുവരെ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെ ദേശസുരക്ഷാ നിയമം ചുമത്താനാണ് നിലവിലെ നീക്കം. എന്നാൽ അതേസമയം മറുഭാഗത്തിന്റെ വാദം കേൾക്കാതെയുള്ള നടപടികളിലൂടെ മനഃപൂർവ്വം സ്ഥിതി വഷളാക്കിയത് സർക്കാരാണെന്നാണ് പ്രിയങ്ക ഗാന്ധി വിമർശിച്ചത്. മുസ്ലിം ലീഗും ആശങ്ക അന്നേരം അറിയിച്ചിരുന്നു. സുപ്രീം കോടതി വിഷയത്തിൽ ഇടപെടണമെന്ന് അഖിലേഷ് യാദവും ആവർത്തിച്ചു പറഞ്ഞു. സംഘർഷമുണ്ടായ ഷാഹി ജമാ മസ്ജിദ് പരിസരത്ത് കനത്ത ജാഗ്രത തുടരുക തന്നെയാണ്. ഈ മാസം 30 വരെ അനുമതിയില്ലാതെ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതും വിലക്കിയിട്ടുണ്ട്. പ്രദേശത്ത് നിരോധനാജ്ഞ ഇപ്പോഴും തുടരുകയാണ്. ഹർജിയെ തുടർന്ന് രാവിലെ സർവേക്കെത്തിയ സംഘത്തിന് നേരെ സർവേയെ എതിർക്കുന്ന ആളുകൾ 3 കൂട്ടമായി തിരിഞ്ഞ് വിവിധ വശങ്ങളിൽ നിന്നും കല്ലെറിയുകയായിരുന്നു. നിരവധി വാഹനങ്ങൾക്കും തീയിട്ടിരുന്നു. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പോലീസ് വെടിയുതിർക്കുകയായിരുന്നു. വെടിവയ്പിലാണ് 3 പേർ കൊല്ലപ്പെട്ടത്. അതേസമയം തന്നെ സംഘർഷത്തിനിടെ സമിതി ഉച്ചയോടെ സർവേ നടത്തൽ പൂർത്തിയാക്കുകയും ചെയ്തു. 29-ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നീക്കമുള്ളത്. കോടതി നടപടികൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് ഉപമുഖ്യമന്ത്രിയായ കേശവ് പ്രസാദ് മൗര്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ ചർച്ചയാവാതിരിക്കാൻ BJP സൃഷ്ടിച്ചതാണ് സംഘർഷമെന്നാണ് സമാജ്വാദി പാർട്ടിയുടെ വിമർശനം വരുന്നത്. മറ്റൊന്നും ചർച്ച ചെയ്യാതിരിക്കാനാണിതെന്നും അഖിലേഷ് യാദവ് വിമർശിക്കുന്നുണ്ട്. സംഘർഷാവസ്ഥ തുടരുന്നതിനാൽ സ്ഥലത്ത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ വിന്യസിച്ചിരുന്നു. ഗ്യാൻവാപി അടക്കമുള്ള ആരാധനാലയ തർക്കങ്ങളിൽ ഹിന്ദു വിഭാഗത്തിനായി കോടതിയിൽ ഹാജരായത് വിഷ്ണു ശങ്കർ ജെയിനാണ്. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്.